വീണ്ടും കേട്ട കിളി പോവില്ല ബ്രോ, എന്തിനാണ്? നമുക്കുള്ള കിളികളൊക്കെ അവിടെ ഇരിക്കട്ടെ. പടച്ചോന്നറിയാം, സത്യമായിട്ട് എനിക്കും അറിഞ്ഞൂടാ. ആ സിനിമ കണ്ടാ മതി, സ്പോയിലറാണ്. തമിഴിൽ വന്ന പടമായിരുന്നു ഗില്ലി. അതൊരു തമിഴ് സിനിമയുടെ തന്നെ ഗെയിം ചേഞ്ചർ ആയിരുന്നു. അവിടുത്തെ ഒരു 50 crore ഫസ്റ്റ് 50 crore ക്രോസ് ആയിരുന്നു. സോ ഈ ബൾട്ടിയുടെ ബോക്സ് ഓഫീസ് പ്രതീക്ഷകൾ എന്താണ്? ഏറ്റവും വലിയ ഷെയ്നെ വെച്ചിട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് പടമാണെന്ന് പറഞ്ഞത്. സോ എങ്ങനെ അതിനെ നോക്കിയാണ്? പടച്ചോന്നറിയാം, സത്യമായിട്ട് എനിക്കും അറിഞ്ഞൂടാ. ഇറങ്ങണ ദിവസം നിങ്ങളെപ്പോലെ തന്നെ ഞാനും അറിയും, അല്ലെങ്കിൽ ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴല്ലേ സാർ மியூசிக் ரெஃபரன்ஸ் இருக்கு. கில்லி மாதிரி മ്യൂസിക്. അല്ല, അതാണല്ലോ നമുക്ക് മുമ്പിലുള്ള ഒരു പക്ക. അത് ഞാൻ പറഞ്ഞു, ഇതൊരു അതാ പറഞ്ഞു, കബഡി പടമല്ല, കബഡി പടം മാത്രമല്ല, ഇതിലെല്ലാം ഉണ്ട് ബ്രോ. അത്യാവശ്യം കുറച്ച് ചെറിയ ഫാമിലി പരിപാടിയൊക്കെ കയറി പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ അതാ പറഞ്ഞു, ഇതൊരു ഓർഗാനിക്കായി ഉണ്ടാവുന്ന പോലത്തെ ഒരു കഥ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളൊരു ഓക്കെ 2 പാട്ടിന് വേണ്ടി അല്ലെങ്കിൽ 2 ഫൈറ്റിന് വേണ്ടി ഉണ്ടാക്കിയ പോലെ ഒരു സ്ക്രിപ്റ്റ് അല്ല. ഇതിലെല്ലാം അനുയോജ്യമായിട്ട് തന്നെയാണ് ഉണ്ടാക്കി വന്നിരിക്കുന്നത്. அண்ட் ஆடிங் டு தட், நீங்கள் கில்லி அப்படின்னு கேட்டதுனால, கில்லி வந்து அந்த கபடி சீக்வன்சஸ் அது வந்து இன்னும் கமர்ஷியல் ஆஸ்பெக்டில் பண்ணாங்க. பட் பல்ட்டியை பொறுத்த வரைக்கும் இட் இஸ் மோர் க்ளோசர் டு அ வெரி ப்ரோ கபடி அப்படின்னு சொல்லலாம். பிகாஸ் அந்தளவுக்கு ஆத்தென்டிக்காக வந்து அந்த கபடி சீக்வன்சஸ் ஷூட் பண்ண விதமாக இருக்கட்டும், எல்லாரும் ட்ரெயின் பண்ண விதமாக இருக்கட்டும், கில்லி ரொம்ப கமர்ஷியல் ஆஸ்பெக்டாக இருந்துச்சுன்னா இது இன்னும் ஆத்தென்டிக்காக இருக்கும். ப்ராப்பராக அந்த மேட்டில் வந்து கபடி விளையாடுனது. கேரளா டீம் நாங்கள் ப்ராக்டிஸ் பண்ணப்போ ரமேஷ்னு ஒரு கேரளா டீம் கோச், அவரோட பாலக்காடில் நாங்கள் ப்ராக்டிஸ் பண்ணோம். ஸோ அங்கே இருக்கிற ஒரிஜினல் ப்ரோ கபடி டீம் அவங்களோட அந்த பிளேயர்ஸோட நாங்கள் ப்ராக்டிஸ் பண்ணோம். ஸோ இதில் இருக்கிற அந்த ரூல்ஸு எல்லாமே வந்து இன்னும் ஆத்தென்டிக்காக இருக்கும். ഇന്നോളം കാണാത്തൊരു വേഷപ്പകർച്ചയിലാണ് ബൾട്ടിയുടെ ടൈറ്റിൽ ഗെയിംസ് പുറത്തിറങ്ങിയപ്പോൾ കണ്ടത്. ഒരു രൗദ്രഭാവത്തിൽ, അങ്ങനെ ഒരു കലിപ്പ് മൂഡിലാണോ? അതോടൊപ്പം തന്നെ ചോദിക്കുകയാണ്, ഈ കബഡി പഠിച്ചെടുക്കാൻ എത്രത്തോളം എഫേർട്ട് എടുത്തു? എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? ഇതിനോട് സിമിലറായ ലുക്ക് ശരിക്കും പറഞ്ഞാൽ അന്നേ റസൂലുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോയെന്ന് പറഞ്ഞോടല്ല, എത്ര പേർക്കും മുടി പറ്റിയടിച്ചിട്ടുള്ള ആ ലുക്കിൻ്റെ പിന്നിൽ ഉണ്ണി തന്നെയാണ്. എനിക്കൊരു AI അയച്ചു തന്നു, AI ഫോട്ടോ. അത് കണ്ടപ്പോഴാണ് ഇത് കൊള്ളാലോ, ഇങ്ങനെ ഒരു ലുക്കിൽ വന്ന അടിപൊളിയായിരിക്കും. പിന്നെ അതിന് സമയവും എല്ലാം സാഹചര്യങ്ങളും ഒത്തു വന്നപ്പോൾ അങ്ങനെ മുടി കുറച്ചതാണ് ആ ലുക്ക്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കബഡി ട്രെയിനിങ് പറഞ്ഞ പോലെ 25 days ആയിരുന്നു. പിന്നെ ഒരു 15 days ഇതിൻ്റെ ബൾട്ടി അടിക്കാനും അല്ലാണ്ടുള്ള സ്റ്റണ്ട് ട്രെയിനിങ്ങിനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു അതിൻ്റെ പ്രിപ്പറേഷൻസ്. സ്നീക്ക് പീക്ക് കണ്ടപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും 2 ജേഴ്സീസാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റൈവലറി വല്ലതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം? ആ സിനിമ കണ്ടാൽ മതി, സ്പോയിലറാണ് അതുകൊണ്ടാണ്. ഷെയ്ൻ ബ്രോ ഹായ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന നടനാണ് ഷെയ്ൻ ബ്രോ. വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഇതേ സമയത്താണ്, സെപ്റ്റംബർ മാസത്തിലാണ്. അപ്പോൾ അന്ന് കണ്ടതിനേക്കാൾ ഒരുപാട് സുന്ദരനായിട്ടുണ്ട്. അപ്പോൾ ലുക്കിനെ കുറിച്ച് തന്നെയാണ് ചോദ്യം. ഇഷ്കിൽ കണ്ട പോലെയല്ല കുമ്പളങ്ങി നെറ്റ്സിൽ, കുമ്പളങ്ങിയിൽ കണ്ട പോലെയല്ല RDXിൽ കണ്ട പോലെയല്ല ബൾട്ടിയിൽ. ഇപ്പോൾ ഷെയ്ൻ ബ്രോനെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ഏതാ സിനിമ എന്നുള്ളത്. ഞാനത് മമ്മൂക്കയിലാണ് കണ്ടിട്ടുള്ളത്. കാരണം മമ്മൂക്കയുടെ ഒക്കെ പോസ്റ്റർ നോക്കിയാൽ മതി, അത്രയും ഗെറ്റപ്പ് ചേഞ്ച് ആണ്. അപ്പോൾ അത് ഇന്റൻഷനലി ചെയ്യുന്നതാണോ അതോ നാച്ചുറലി അങ്ങനെ വരുന്നതാണോ? നാച്ചുറലി വരുന്നതല്ലല്ലോ ബ്രോ, ഇച്ചിരി പണിയെടുത്തിട്ട് ചെയ്യണ പരിപാടിയാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ബൾട്ടിയുടെ വിഷയത്തിൽ നമ്മുടെ ഡയറക്ടർ ക്ലിയർ ആയിട്ടൊരു ഇമേജ് എനിക്ക് തന്നു, ഇങ്ങനൊരു റെഫറൻസിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാമെന്ന്. ഇഷ്കിൽ ഈ പറഞ്ഞ പോലെ വ്യത്യസ്തമാകാൻ കാരണം ആ പല്ലിയിലെ കമ്പിയാണ്. അത് എൻ്റെ ഒരു സജഷൻ ആയിരുന്നു, അങ്ങനെ ഇട്ടാൻ ഒരു ഫേസ് പെട്ടെന്ന് മാറുമല്ലേ. എനിക്ക് അങ്ങനെ മാറ്റി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് ബ്രോ, അതും അതിൻ്റെ അകത്തൊരു ഇതുണ്ട്. എന്നാലും നമുക്കൊരു പരിമിതി ഉണ്ടാവുമല്ലോ. മലയാള സിനിമയിൽ ഒരു ടൈം കുറവാണല്ലോ, ഷൂട്ട് ടൈം കുറവാണ്. അതിന് മുമ്പത്തെ ഇപ്പോൾ ഒരു പ്രപ്പിനുള്ള ടൈമൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും. അത് എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരുമ്പോഴാണ് നമുക്ക് ഇത് പിടിക്കാനും പറ്റുള്ളൂ. പിന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സമയവും ഈ പറഞ്ഞ അതാണ് നേരത്തെ ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയ പോയിന്റ്.
ഇവിടുന്ന് പറഞ്ഞു, ബിനു ചേട്ടൻ പറഞ്ഞു 40 ദിവസം ട്രെയിനിങ്ങിന് വേണ്ടി ഞങ്ങളോട് താങ്ക്സ് പറഞ്ഞു. ശരിക്കും ഞങ്ങളാണ് തിരിച്ച് താങ്ക്സ് പറയേണ്ടത്. കാരണം ഒരു സിനിമ അങ്ങനെ ഒരു അവസരങ്ങൾ എനിക്ക് മുമ്പ് അങ്ങനെ ഒരുക്കി തന്നിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരാളും ഇതാക്കി പറയുന്നതല്ല, കാര്യം എപ്പോഴും ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റിൽ ഒതുക്കാൻ വേണ്ടി ഒരുപാട് കൺസ്ട്രെയിൻസ് സാധാരണഗതിയിൽ മലയാള സിനിമയിലൂടെ മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളെന്ന രീതിയിൽ കടന്നുകൊണ്ട് ഒരു സാഹചര്യമുണ്ട്. ആ 40 ദിവസം ട്രെയിനിങ്ങിന് ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ടാണ് ബിനു ചേട്ടന് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഞങ്ങളും തിരിച്ച് താങ്ക്സ് പറയേണ്ട ഒരു വലിയൊരു ബാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബ്രോ കാര്യങ്ങൾ. എനിക്ക് മനസ്സിലായിരുന്നു. അന്ന് ആ ഇന്റർവ്യൂല് ബ്രോ ഏത് പടത്തിലായിരുന്നത് ഓർമ്മയുണ്ടോ? അത് ഇപ്പൊ കിടപ്പുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അന്ന് ആ ഇന്റർവ്യൂല് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അന്ന് ആ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് മനസ്സിലായില്ല. കാരണം അന്ന് ആ ടൈംസിലൊക്കെ ഷൈനികത്തിന്റെ പോസ്റ്റേഴ്സിലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ വൺ ലവ് എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടുമായിരുന്നു. അപ്പൊ അന്ന് ചോദിച്ചിരുന്നു എന്താണ് ഈ വൺ ലവ് എന്നുള്ളത്. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കണം, അന്നത്തെ ഉത്തരം കേട്ട് എന്റെ കിളി പോയി. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് ഈ വൺ ലവ്? വീണ്ടും കേട്ട കിളി പോവില്ല ബ്രോ, എന്തിനാണ്? നമുക്കുള്ള കിളികളൊക്കെ അവിടെ ഇരിക്കട്ടെ. ബൾട്ടി ഒരു കംപ്ലീറ്റ് സ്പോർട്സ് ജോണറിൽ വരുന്ന സിനിമയാണോ? ആണെങ്കിൽ എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു ഈ മൂവി? കംപ്ലീറ്റ് സ്പോർട്സ് ജോണറിൽ വരുന്ന സിനിമ അല്ല അല്ലേ? എനിക്ക് അങ്ങനെ പറയാമല്ലോ. കാരണം വേറെ ഒന്നുമല്ല, കബഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകാനും കഥയിൽ ചേഞ്ച് ഓവർ ഉണ്ടാവാനും എല്ലാം കബഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഇതൊരു സ്പോർട്സ് മൂവി, കംപ്ലീറ്റ്ലി സ്പോർട്സ് മൂവി അല്ല. സെക്കൻഡ് ഹാഫിലേക്ക് ഒരു ചെറിയൊരു ജോണർ ഷിഫ്റ്റ് ടുവേർഡ്സ് ഒരു ഗാങ്സ്റ്റർ ഡ്രാമയിലേക്ക് മാറുന്നുണ്ടെന്നുള്ളതാണ് ഈ സിനിമ. അതായത് സാധാരണ ഇതിലൊരു സ്പോർട്സ് സിനിമയിൽ അവസാനം വരുന്നത് ഒരു മാച്ച്, അതിൽ ജയം പരാജയം അങ്ങനെയുള്ള സെറ്റപ്പാണല്ലോ. പക്ഷെ ഈ പടം അങ്ങനെയല്ല.